തുവൂർ ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1.30 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ തുവൂരുകാരനും ഓരോ വിദ്യാർത്ഥികളും തുവൂർ ഗവൺമെന്റ് മോഡൽ LP സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വിദ്യാകിരണ മിഷന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1.3 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. 2 നിലകളിലായി 6 ക്ലാസ് മുറികൾ അടങ്ങിയതാണ് കെട്ടിടം. ഓരോ നിലയിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ശൗചാലയ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് മാത്രമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയിൽ ഏറ്റവും തനിമയാർന്നിട്ടുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ ഓരോ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അധ്യാപകരെ കൃത്യമായി പരിശീലിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു. ആ പരിശീലനത്തിലൂടെ പുതിയ കുട്ടികളെ, പുതുതായി വരുന്ന കുട്ടികളായാലും പുതിയ സിലബസ് ആയാലും ഒക്കെ തന്നെ എങ്ങനെയാണ് അത് വിദ്യാർത്ഥികളുടെ മനസ്സിലെത്തിക്കാൻ കഴിയുക, അതാണ് നമ്മൾ ആലോചിച്ചതും നടപ്പിലാക്കിയത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TA ജലീൽ, K സുബൈദ, NP നിർമ്മല, വാർഡ് അംഗം VP മിനി, വിദ്യാകിരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രേമാനന്ദൻ, BPC ഷൈജി T മാത്യു, PTA പ്രസിഡന്റ് VK ഷിഹാബുദ്ദീൻ, സ്കൂൾ പ്രഥമാധ്യാപിക K പ്രസന്ന, SMC ചെയർമാൻ MK കുഞ്ഞലവി, MTA പ്രസിഡന്റ് ഷബ്ന, KKM ഇക്ബാൽ, P സലാഹുദ്ദീൻ, A നാരായണൻകുട്ടി, P സുചിത്ര, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PTA SMC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തുവൂർ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.